ഹോംവർക്കൊന്നും അധികം ചെയ്യാനില്ലാത്തപ്പോൾ മക്കളിതാ ഇങ്ങനെ നടക്കാൻ പോവും. റോട്ടിൽ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ റോഡല്ലേ, എന്താ വണ്ടികൾ. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ വണ്ടികളെ പേടിക്കണ്ടല്ലോ. ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ് കേട്ടോ പോണത്. കുറച്ച് നേരം നിൽക്കുള്ളൂ, എന്നാലും അവർക്കൊരു സന്തോഷം. മൂന്ന് പേരും കൂടെ അങ്ങനെ പോവാണ്. മഴയില്ലാത്തതുകൊണ്ട് ഇതാ ഇപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിപ്പോയി. പക്ഷെ മാളിതാ അപ്പോഴും കോടയൊക്കെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ പോണത്. ഇതാ നമ്മുടെ മുകളിലെ തൊടിയാണ്. കുറച്ച് ഇഞ്ചിയും വാഴയും അതുപോലെ റബ്ബറും ഒക്കെ ഉണ്ട്. കാണാൻ ഇതാ ഇങ്ങനെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. നമ്മുടെ പറമ്പല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ ആളുകളുടെ പറമ്പാണേ. അവരിതാ കൊച്ചു കൊച്ചു വർത്തമാനവും സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്സരക്കുട്ടിയാണെങ്കിലോ വീട്ടിലാണ് ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര വാശിയായി. ഇവിടെ ആളതാ ചില്ലായിട്ട് നിൽപ്പുണ്ടേ. ഹായ്. പിന്നെ ഇതാ അവർ മുകളിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കണം സംസാരിക്കണമൊക്കെ ഉണ്ട്. അവർക്കൊരു സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പോഴേക്ക് ഇതാ മഴയും വന്നു. മാളിപ്പോൾ കുടയെടുത്തത് നന്നായില്ലേ. മഴയത്ത് അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും. അപ്പോൾ അവരിതാ ഇരുട്ടാവാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം സന്ധ്യ ആയി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അധികം നേരം നിന്നാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മക്കൾ വീണ്ടും അവിടത്തേക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ശനി ഞായറൊക്കെ അല്ലേ, അപ്പോൾ വീണ്ടും വരാമെന്നും പറഞ്ഞതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ അവർ മെല്ലെ ഇറങ്ങിപ്പോണ്ട. രണ്ടുപേരും അപ്സരയെ മുറുക്കി പിടിച്ചിട്ടുണ്ട്.